എന്താ അമ്മേ, എന്ത് പറ്റി? എന്താ? ബാത്റൂമിൽ നിന്ന് വൊമിറ്റ് ചെയ്യുന്ന പോലൊരു ശബ്ദം കേട്ടു. അമ്മ വൊമിറ്റ് ചെയ്തോ? അത് മോളെ, രാവിലെ മുതൽ എനിക്കൊരു ചെറിയൊരു തലച്ചിട്ടില്ല. ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ലല്ലോ. ചിലപ്പോ ഗ്യാസ് ട്രബിൾ ഉണ്ടായി കാണും, ഇല്ലെങ്കിൽ പ്രഷറിന്റെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായി കാണും. സാരമില്ല മോളെ, ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. ശബ്ദം കേട്ടപ്പോ ഞാൻ പേടിച്ചുപോയി. അമ്മയ്ക്കിനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് ഒന്നുമില്ല. മോള് പൊയ്ക്കോ. ചെല്ല്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മോളെ, മോള് പൊയ്ക്കോ. ഭാഗ്യം, ഏതായാലും അവൾക്ക് സംശയമൊന്നുമില്ല. ആന്റി, ആ ആന്റി, ആന്റി എന്ത് പണിയായി കാണിച്ചേ? ആന്റി എന്തിനാ വിഷം ചേർത്ത പായസം കുടിച്ചേ? അറിഞ്ഞോണ്ട് ആരെങ്കിലും അത് കുടിക്കോ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഗോപിയുടെ സംശയം ഉണ്ടാവുമ്പോ അത് മാറ്റിക്കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ പ്ലാൻ പാളിപ്പോവില്ലേ? ഇതെന്തായാലും കുറച്ച് കടുത്ത കൈയായിപ്പോയി. വിഷം ഒള്ളിച്ചെന്നാ അത് അപകടമല്ലേ? എന്നിട്ട് ആന്റി എന്താ ഇപ്പൊ ചെയ്തേ? ഞാനത് വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാലും ആന്റി സമ്മതിക്കണം. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ആന്റി ഒരു അപാര ജന്മം തന്നെ. മോളെ, വലിയ ചില കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോ ഇതുപോലുള്ള ചില റിസ്കുകളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി ആന്റി. ഇനി നീ പേടിക്കണ്ട, അത് മുഴുവൻ ഞാൻ വൊമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ല ആന്റി, എന്താ ആ പായസം ഗാർഗിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്? റിയ, പായസം ഞാനോ നീയോ കൊണ്ടു കൊടുത്താ ചിലപ്പോ പാർവതിക്ക് സംശയം ഉണ്ടാവും. ഗാർഗിയെ അവൾക്ക് വലിയ വിശ്വാസമല്ലേ, അതുകൊണ്ട് അവൾ യാതൊരു സംശയമില്ലാതെ പായസം കഴിച്ചോളും. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവളുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോ അല്പം കഴിച്ചു കാണിക്കേണ്ടി വന്നേനെ. ഇത് പിന്നെ അതൊന്നും ഇല്ലാതെ കാര്യം സാധിക്കുമല്ലോ. ഓ, അതല്ലേ റിയ ബുദ്ധി. ഓ എന്റെ പൊന്നോ, പുലി തന്നെ.